നിങ്ങൾ സ്നേഹിക്കുന്നവരെക്കുറിച്ച് യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ സ്നേഹിക്കാൻ പോകുന്ന ആളെ മനസ്സിലോർത്ത് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് മൈൻഡ് കാമാക്കാം. ഫസ്റ്റ് കാർഡ് മേജർ അർക്കാനയിലെ ടവർ കാർഡാണ്. ഒരു സഡൻ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ചാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു സഡൻ ചേഞ്ചാണ് കാണാൻ പറ്റുന്നത്. സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ലവിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ അതിലൊരു സഡൻ ഷിഫ്റ്റാണ് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ന്യൂ ഫേസിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ്. വളരെ പോസിറ്റീവായിട്ടൊരു സിമ്പലാണ്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഫെയ്റ്റ് നിങ്ങളുടെ ലവിനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. തേർഡ് കാർഡ് 7 ഓഫ് വാൻഡ്സ് ആണ്. കാർഡിലെ സീനറി തന്നെ ഒരുമിച്ചായിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കപ്പിളിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കുന്നവർക്ക് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്, നിങ്ങളുടെ യൂണിറ്റിയാണ് കാണിക്കുന്നത്. ആൻഡ് സിംഗിളായിട്ടുള്ളവർക്ക് ഫെയ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ട്. സോ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് യുവർ സോൾമേറ്റ്. നെക്സ്റ്റ് ചാം റീഡിംഗ് ആണ്. നിങ്ങൾക്കായിട്ട് കുറച്ച് ചാംസ് ചൂസ് ചെയ്യാണ് ഞാൻ. ഫസ്റ്റ് ചാം ഒരു സർക്കിളാണ്. അത് ഹോൾനെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആണ് നിങ്ങളുടെ പാർട്ട്ണർ ഒരുമിക്കുമ്പോൾ. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നവർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ചാം എന്ന് പറയുന്നത് സ്റ്റാറാണ്. എപ്പോഴും ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കുക. അടുത്തത് ബട്ടർഫ്ലൈ ചാമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് നമ്മൾ കാർഡിൽ കണ്ടതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അടുത്തത് ഫ്ലെമിംഗോ, ലൈഫിൻ്റെ ബാലൻസാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചാം വെയിൽ അല്ലെങ്കിൽ തിമിംഗലം, ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് വരും.